നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ ആരാണെന്ന്? ഒരമ്മ. തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതൊരു നോട്ടത്തിലൂടെ അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷേ ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിന് വേണ്ട നല്ലതും സുരക്ഷിതവുമായ കാര്യങ്ങൾ ലഭിച്ചില്ലെങ്കിലോ അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് വരുന്നു ഋതി ആൻഡ് റിപുൽ ശർമ്മ. ഹായ്. ഹലോ ടൈറ്റൻസ്, ഞാൻ ഋതി ശർമ്മ. ഞാൻ ഇവരുടെ പാർട്ണർ ലൈഫിലും ബിസിനസ്സിലും റിപ്പിൾ ശർമ്മ. ടൈറ്റൻസ്, എന്റെ അമ്മയായുള്ള യാത്ര തുടങ്ങിയത് ഒരു പ്രശ്നത്തിലൂടെയാണ്. എന്റെ മകന് എപ്പോഴും അസുഖം വരുമായിരുന്നു. ജലദോഷം, ചുമ, വയറുവേദന, ലോ ഇമ്മ്യൂണിറ്റി. മരുന്നിന്റെ എല്ലാം ലേബൽ വായിക്കുമ്പോഴോ അതിലെല്ലാം കാണുന്നത് കെമിക്കൽസ്, പ്രിസർവേറ്റീവ്സ്, ഫുൾ ഓഫ് ആർട്ടിഫിഷ്യൽ കളേഴ്സ്. അതിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങൾ ഹോം റെമഡിയിലേക്ക് ഫോക്കസ് ചെയ്തു. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെ അടുത്ത് ഉപദേശങ്ങൾ തേടിയിരുന്നു. പിന്നെ ടൈറ്റൻസ് ഫെസ്റ്റിവൽ സമയത്ത് വരുന്ന മെസ്സേജുകൾ പോലെ ഞങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങി 1000 പൊടിക്കൈകൾ. കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റിക്കോ, നന്നായി ഉറങ്ങിക്കോളൂ. ഈ ആയുർവേദിക് ബാം ട്രൈ ചെയ്യൂ ചേച്ചി, നന്നായിരിക്കും. നാഭിയിൽ കായം വെക്കൂ, ഗ്യാസ് അങ്ങനെ പോവും. ചുമയുണ്ടെങ്കിലേ വെളുത്തുള്ളി മാല ഇട്ടുകൊടുത്താ മതി. ഞങ്ങൾ മാതാപിതാക്കളായി, പക്ഷെ ഞങ്ങളുടെ അടുത്തുള്ളവരാണ് ഈ എക്സ്പേർട്സ്. പ്രശ്നം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ഈ പൊടിക്കൈകൾ, അതുപോലെ തന്നെ മാർക്കറ്റിൽ ലഭിക്കുന്ന അൺലേബിൾ ഹെർബൽ പ്രോഡക്ട്സ് എന്റെ കുഞ്ഞിന് സേഫ് ആണോ? ഞങ്ങൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാർക്കറ്റിൽ ടെസ്റ്റ് ആയിട്ടുള്ള വിശ്വസിക്കാവുന്ന ഒരു ബ്രാൻഡ് കുട്ടികൾക്ക് വേണ്ടി ഇല്ല എന്ന്. അപ്പോൾ എനിക്ക് ഒരു അമ്മയുടെ ഉത്തരവാദിത്തത്തിന്റെ കൂടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കിട്ടി. മുത്തശ്ശിമാരുടെ പൊടിക്കൈകൾ പോലെ എളുപ്പമുള്ള, സുരക്ഷിതമായ, അമ്മമാർക്ക് വിശ്വസിക്കാനാവുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇമ്മ്യൂണിറ്റി ച്യവനപ്രാശം ഉണ്ടാക്കാൻ തുടങ്ങി. 1000 വർഷങ്ങളുടെ പഴക്കമുള്ള ആയുർവേദിക് ഫോർമുല ഞങ്ങൾ ഇന്നത്തെ ആവശ്യങ്ങൾക്കനുസൃതമായി മാറ്റി. ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും വളരെ ശ്രദ്ധാപൂർവം കണ്ടുപിടിച്ച് ഇതിന്റെ ആദ്യത്തെ ട്രയൽ ഞങ്ങളുടെ മകനെ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. വേറെയും അമ്മമാരിത് ഉപയോഗിച്ച് അതിന്റെ ഫലം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇതെന്റെ മാത്രമല്ല, എല്ലാ അമ്മമാരുടെയും വിശ്വസ്തനാകുമെന്ന്. ഈ വിശ്വാസത്തോടുകൂടെ ഞങ്ങൾക്ക് രണ്ടാമതൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു, ബേബി ഓർഗാനോ. സോ ടൈറ്റൻസ്, ഇന്ന് ബേബി ഓർഗാനോ ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കുട്ടികൾക്ക് മാത്രമായുള്ള ആയുർവേദ പ്രോഡക്റ്റ് ആണ്. കുട്ടികളുടെ വെൽനസ് കെയർ പേഴ്സണൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഇത് ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, ഞങ്ങളുടെ കൂടെയുള്ള 10 ലക്ഷത്തിലധികം മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് ഇതുകൊണ്ട് ഫലമുണ്ടായതായി പറയുന്നു. ബേബി ഓർഗാനോ കൊണ്ട് ഭാരതത്തിലെ കുട്ടികൾക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും ആയുർവേദത്തിന്റെ ഗുണം എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള ഞങ്ങളുടെ റിക്വയർമെന്റ് ആണ് 2 കോടി രൂപ at 2% ഇക്വിറ്റി. അപ്പൊ പറയൂ ടൈറ്റൻസ്, ഈ ഡീലിൽ നിങ്ങൾ ബേബി ഓർഗാനോയുടെ കൂടെ കൈകോർക്കുമോ? നിങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല. നിങ്ങളുടെ ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്. ഞങ്ങൾ 10 വർഷം IT എഞ്ചിനീയറിംഗ് ചെയ്തു. അതിനുശേഷം 10 വർഷം സ്വന്തമായിട്ട് IT ബിസിനസ് നടത്തി. അപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു. അപ്പോഴാണ് മാർക്കറ്റിൽ കുട്ടികൾക്കായുള്ള പ്രോഡക്ട്സിന് ഒരുപാട് ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. സോ ആയുർവേദ വാസ് ബെസ്റ്റ് ചോയ്സ് ഫോർ അസ്. സോ അപ്പോൾ മുതലാണ് നിങ്ങളുടെ ഈ പാർട്ട്ണർഷിപ്പിന്റെ യാത്ര തുടങ്ങിയത്. അതായത് ലൈഫ് പാർട്ട്ണർഷിപ്പിന്റെ. ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ബിസിനസ് ഒരുമിച്ച് ചെയ്യുന്നോണ്ട് പരസ്പരം നല്ലോണം മനസ്സിലായി. കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കിടയിൽ. ഇനി വേറൊരാളെ കൊണ്ടുവന്ന് അവരുടെ പ്രശ്നം തലയിൽ കേട്ടുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെ ഡീൽ ചെയ്യല്ലേ. നമ്മളൊരമ്മയാകുമ്പോൾ നമ്മുടെ ശരീരത്തിലും ബുദ്ധിയിലും അന്തരീക്ഷത്തിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക അല്ലേ? ഡെഫിനറ്റ്ലി. നാച്ചുറലി. അപ്പോൾ നിങ്ങളുടെ ഈ ഐഡിയയും ഇമേജ് ചെയ്യുകയാണെങ്കിൽ, സോ ജസ്റ്റ് ടെൽ അബൌട്ട് യുവർ സ്ട്രഗിൾസ്. തുടക്കത്തിൽ നിങ്ങളുടെ സ്ട്രഗിൾസ് എങ്ങനെയായിരുന്നു? അമ്മയായപ്പോഴുള്ള ആദ്യത്തെ ചാലഞ്ച്, ഇപ്പൊ നീ അമ്മയായിട്ടേ ഉള്ളൂ, നീ കുട്ടിയിലെ ശ്രദ്ധിക്കേ. നീ ഇപ്പൊ എന്തിനാ പുറത്തു പോകുന്നത്? നിനക്ക് അതിന്റെ ആവശ്യം എന്താ? എന്റെ കുഞ്ഞിന് 6 മാസം മാത്രമുള്ളപ്പോൾ ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തു നിർമ്മാണശാലയിലേക്ക്. രാവിലെ 6 മണിക്ക് ഞാനും റിപ്പലും പോയാൽ രാത്രി 9 മണിക്കാണ് തിരികെ എത്തുക. അപ്പോൾ മുഴുവൻ സമയം അവൻ എന്റെ അമ്മയുടെ ഒപ്പം, അവന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ ഒപ്പമായിരുന്നു. കുറെ പേരുണ്ടായിരുന്നു ചോദിക്കാൻ, എന്ത് കാര്യത്തിനാണിത് ചെയ്യുന്നത്, ഇതിന്റെ ആവശ്യം എന്താണെന്ന്. തുടക്കം മുതൽ ഞാൻ ക്ലിയർ ആയിരുന്നു, എന്റെ മകൻ ഒരു വർക്കിംഗ് അമ്മയെ കാണണം, ഒരു വർക്കിംഗ് വുമണെ കാണണം. ഒരു ജോലി ചെയ്യുന്ന സ്ത്രീക്ക് തന്റെ കുഞ്ഞിനെയും അതുപോലെ വീടും ഒരുപോലെ നോക്കാൻ പറ്റും. ഈ ഒരു കാര്യം ഞാൻ തലയിൽ വെച്ചുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇല്ല, എനിക്ക് ഈ ജേണി തുടർന്നേ പറ്റും. വെരി ഗുഡ്. താങ്ക് യു. നിങ്ങളുടേതായിട്ട് എന്താണ് ഈ ബിസിനസ്സിലുള്ളത്? ബേബി കെയർ ഉൽപ്പന്നങ്ങളിൽ വേറെയും കുറെ ബ്രാൻഡുകളുണ്ട്. ഞങ്ങൾ മാത്രമല്ല. ആദ്യത്തെ ഞങ്ങളുടെ സവിശേഷത, ഞങ്ങൾ കുട്ടികൾക്ക് മാത്രമാണ് ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഒരു അമ്മയുടെ കരുതൽ ഇതിനുണ്ട്. മറ്റ് ബ്രാൻഡുകൾ നോക്കൂ, എത്ര തന്നെ ബ്രാൻഡുകൾ അവരുടെ കുട്ടികളിൽ തന്നെ ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് പിന്നീട് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്.
നിങ്ങളുടെ കൂടെ ഏതെങ്കിലും ഡോക്ടർമാരുണ്ടോ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി? ഞങ്ങൾ ബേബി ഓർഗാനോ യാത്ര തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ PhD ഡോക്ടറേറ്റുകളുള്ള ഫാർമസിസ്റ്റുകൾ ഉണ്ടായിരുന്നു. എല്ലാ ഫോർമുലേഷൻസും വളരെ ശ്രദ്ധാപൂർവം അവരുണ്ടാക്കി. R&Dയിൽ നിങ്ങളുടെ ടോപ്പ് ലൈൻ എന്താണ്? റവന്യൂ വൈസിൽ ഞങ്ങൾ മന്ത്ലി 1.5 CR ആണ് റൺ ചെയ്യുന്നത്. Okay. കഴിഞ്ഞ വർഷം ഞങ്ങൾ 25 കോടിയിൽ അത് അവസാനിപ്പിച്ചു. 1.5 crore, അതായത് 18 കോടി. ഇതിൽ നിന്നും R&Dയിലേക്ക് എത്ര പോകും? ഞങ്ങളുടെ ഒരു മാസമുള്ള ചെലവ് 5 to 6 lakhs ആണ്. വി ഹാവ് ഇൻ ഹൗസ് R&D ലാബ് ആസ് വെൽ. ഓക്കെ, മൊത്തം SKUs എത്രയാണ്? അത് 25. ഞങ്ങൾക്ക് 25 SKUs ഉണ്ട്. പിന്നെ പൈപ്പ് ലൈനിൽ വേറെ എത്ര പുതിയ ഉൽപ്പന്നങ്ങളുണ്ട്? So we have 4 to 5 products in pipeline right now. സോ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ഞങ്ങൾ കംപ്ലീറ്റ്ലി ഒരു DTC ബ്രാൻഡ് ആവും. ഞങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഫസ്റ്റ് ക്രൈ പോലുള്ള എല്ലാ മാർക്കറ്റ് പ്ലേസിലും ഉണ്ട്. ഇതുപോലെ പോപ്പുലർ സൈറ്റ്. യെസ്. ഇപ്പോൾ നിങ്ങൾ ബേൺ ചെയ്യുന്നുണ്ടാവും അല്ലേ? Yes, yes. നിങ്ങളുടെ ബേൺ ഇപ്പോൾ എത്രയാണ്? പറയൂ. 1.5 ക്രോറിന്റെ റവന്യൂവിന്റെ ബേസിസിൽ. ഇപ്പോൾ ഞങ്ങൾക്ക് പ്രതിമാസം 20 ലക്ഷം രൂപയോളം നഷ്ടം വരുന്നുണ്ട്. ഞങ്ങൾ ബിസിനസ് വലുതാക്കിക്കൊണ്ടിരിക്കും. ഓൺലൈൻ മാർക്കറ്റിൽ പുതിയ കസ്റ്റമർ അക്വിസിഷൻ നടത്തുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് നഷ്ടം വരുന്നു. യാ, റവന്യൂവിന്റെ എത്ര % ആണ് നിങ്ങൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്നത്? ഏകദേശം 50% മാർക്കറ്റിലും ബ്രാൻഡ് ബില്ലിംഗിലും പോകുന്നുണ്ട്. നിങ്ങളുടെ പാക്കേജിങ്ങും ബ്രാൻഡിങ്ങും ഗ്രാഫിക്സും ഇനിയും ഒരുപാട് ഇംപ്രൂവ് ആവേണ്ടതുണ്ട്. വലിയ തോതിലുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടാവേണ്ടതുണ്ട്. എനിക്കിതാണ് ഇപ്പൊ കോൺട്രിബ്യൂട്ട് ചെയ്യാനാവുന്നത്. നിങ്ങൾക്ക് ഒരു ചെറിയ ശതമാനം നിക്ഷേപം എനിക്ക് തരാൻ സാധിക്കും. കൂടാതെ എനിക്ക് ബ്രാൻഡ് ബിൽഡിങ്ങിലുള്ള അറിവും സമയവും നിങ്ങൾക്ക് തരാൻ പറ്റും. പിന്നെ ഫാർമ ഇൻഡസ്ട്രീസിലുള്ള കണക്ഷൻസും. ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ജിമ്മി, നിങ്ങൾ ഓഫർ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഓഫറിനെ ഞാൻ ഒന്നുകൂടി സഹായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി. ലെറ്റ്സ് ടേക്ക് എ മാർക്കറ്റ് ഡിമാൻഡ് ഫസ്റ്റ്. ഷുവർ. അതിനുശേഷം നിങ്ങളുടെ ഓഫർ തീരുമാനിക്കാം. ഷുവർ. ചിലപ്പോ അതില് വർധനവുണ്ടായാലോ. സോ ഓഡിയൻസ്, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ റിമോട്ട്സ് ഉണ്ട്. ഇനി പറയൂ, നിങ്ങൾക്ക് ഈ ഉൽപ്പന്നത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റിസൾട്ട് പറയുന്നത് ഇവരുടെ ഈ ഉൽപ്പന്നത്തിന് 64% ആളുകളും മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ജിമ്മി, ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരാം. നിങ്ങളുടെ ഓഫർ എന്താണെന്ന് പറയൂ. എനിക്ക് എന്റെ എക്സ്പെർട്ടീസ് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. എന്റെ സജഷൻ, നിങ്ങൾ നിങ്ങളുടെ വാല്യുവേഷൻ ഒന്ന് റീകൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കുള്ള എന്റെ ഓഫർ 50 ലക്ഷമാണ്, 2% ഇക്വിറ്റിക്ക്. അദ്ദേഹം വളരെ നല്ലൊരു ഓഫറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡിസൈൻ എക്സ്പേർട്സ് വളരെ നല്ലതാണ്. പിന്നെ എനിക്കും തോന്നുന്നു നിങ്ങൾ ബ്രാൻഡിങ്ങിൽ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ കസ്റ്റമർ കണക്ഷനും ഇമ്പ്രൂവ് ആകും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ബേൺ റേറ്റ് കൂടുതലായതുകൊണ്ട് നിങ്ങളോടൊപ്പം കൈ കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. ഓക്കെ സർ. താങ്ക് യു. എനിക്കും ഇതിൽ നിന്ന് ഇപ്പോൾ മാറേണ്ടതായി വരും. എനിക്കുമെന്ന് നിങ്ങളോടൊപ്പം ചേരാൻ സാധിക്കില്ല. പക്ഷേ ജിമ്മിയെ പോലൊരാൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും, നിങ്ങളുടെ ബ്രാൻഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജിമ്മിയുടെ ഒരു ഓഫറാണുള്ളത്. സർ, ഞങ്ങൾക്ക് കുറച്ച് ആലോചിക്കാൻ സമയം തരണം. ഓക്കെ, നിങ്ങൾ ലോഞ്ചിലിരുന്ന് അല്പനേരം ആലോചിച്ച ശേഷം ഞങ്ങളോട് തീരുമാനം പറയൂ. താങ്ക് യു. കുഞ്ഞിനെ ഇവിടെ തന്നെ വിട്ടിട്ട് പോവാണ്. സർ, ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യും സർ. വെരി ഗുഡ് പോയിന്റ്. അവരുടെ കൂടെ കൈ കോർക്കാൻ തീരുമാനിച്ചതുകൊണ്ട് കുട്ടിയെ താങ്കൾക്ക് ദാറ്റ്സ് ഓൾസോ എ വെരി ഗുഡ് പോയിന്റ്. ഇതൊരു കെമിസ്റ്റിന്റെ ഷെൽഫിൽ ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്. അങ്ങനെ കെമിസ്ട്രിന്റെ ഷെൽഫിൽ ഇത് ഇമാജിൻ ചെയ്യരുത്. അതായത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഉൽപ്പന്നം. അതിനിവിടെ വലിയൊരു മാർക്കറ്റ് തന്നെയുണ്ട്. ലാസ്റ്റ് നമ്മൾ റേസ് ചെയ്തിരുന്നത് ഏകദേശം 40 കോടിയുടെ വാല്യുവേഷൻ ആയിരുന്നു. ഓക്കെ. പക്ഷേ ഇപ്പൊ ഈ റൗണ്ടിൽ ജിമ്മി സാർ ഓഫർ ചെയ്യുന്നത് 25 കോടിയുടെ വാല്യുവേഷൻ റേസ് ചെയ്യാനാണ്. നിങ്ങൾ വാല്യുവേഷൻ കഴിഞ്ഞ വാല്യുവേഷനേക്കാളും കുറവാണ് കൊടുക്കുന്നത്. നിങ്ങൾ വാല്യുവേഷനിൽ നെറ്റ് ഔട്ട് ഫ്ലോ മാത്രമാണ് നോക്കുന്നത്. ഞാൻ പറയുന്നത് മുഴുവൻ പ്രൊഡക്റ്റിനെയും റീബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. വരൂ വരൂ, കയ്യടികളിലൂടെ നമുക്ക് ഇവരുടെ ആവേശം നിലനിർത്താം. ഞങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നല്ലോണം ശ്രദ്ധിച്ചു. അത് കരഞ്ഞിട്ടേയില്ല. താങ്ക് യു സോ മച്ച്. നീ പറയൂ. നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഓഫർ ഞങ്ങൾക്ക് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. പിന്നെ ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർക്ക് അത് ശരിയായി വരില്ല. സോ ഞങ്ങൾക്കൊരു കൗണ്ടർ ഓഫർ ഉണ്ട്. 70 ലക്ഷം 1% ഇക്വിറ്റിക്ക്. നിങ്ങൾക്ക് എന്റെ പണം മാത്രമാണോ അതോ എന്റെ എക്സ്പീരിയൻസും സമയവും ആവശ്യമുണ്ടോ? ജിമ്മി നിങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഡിസൈൻ എക്സ്പെർട്ടീസിനെയാണ്.
കൂടാതെ ബ്രാൻഡിങ് എക്സ്പെർട്ടീസിനെയും. സോ അതൊക്കെ ഒന്ന് ചിന്തിച്ച് ലോങ് ടേം ആയിട്ടൊരു തീരുമാനം എടുക്കൂ. 50 ലക്ഷം 2.5%. ഇതാണ് നിങ്ങൾക്കുള്ള ഫൈനൽ ഓഫർ. ഇത് വെറും പണത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് കൂടുതൽ സമയം ചെലവഴിച്ച് ബ്രാൻഡിനെ തന്നെ മാറ്റിയെടുക്കേണ്ട ഒന്നാണ്. സർ, ഇത് ഞങ്ങൾക്ക് എക്സിസ്റ്റിംഗ് റൗണ്ടിൽ നിന്നും താഴെ പോകാൻ പറ്റില്ല. പക്ഷേ പിന്നീട് ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സുമായി ഒന്ന് സംസാരിച്ച് ഞങ്ങൾക്ക് സ്ട്രക്ചർ structure ചെയ്യാൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പറ്റും. Yes. വി വിൽ ബി ഹാപ്പി ടു പാർട്ണർ വിത്ത് യു. മോർ ദാൻ ഹാപ്പി ടു ഹിയർ ബാക്ക് ഫ്രം യു. Yes. വെരി ഹാപ്പി ടു ഹാവ് യു. ജോയൽ, നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്തേ മതിയാവും. തീർച്ചയായും സർ. താങ്ക് യു. ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച് സർ. Thank you so much, sir. ഞാൻ ജനിച്ചത് അഹമ്മദാബാദാണ്. Okay. അതാണ് അഹമ്മദാബാദുള്ള കണക്ഷൻ. ആര് കാരണമാണോ നിങ്ങൾ ഈ ബേബി ഓർഗാനോയ്ക്ക് തുടക്കമിട്ടത്, അവരെ ഞങ്ങൾക്ക് കൂടി ഒന്ന് കാണണ്ടേ? ഷോർ. സോ ഞങ്ങളുടെ CTO-നെ വിളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സോ വി കോൾ ഹിം ചീഫ് ടെസ്റ്റിംഗ് ഓഫീസർ. സന്തോഷത്തോടെയാണല്ലോ. ഹായ്, എന്താ മോന്റെ പേര്? ഗയാൻ. വാവ്. ഇപ്പോഴാണ് ശരിക്കുള്ള ഹാൻഡ് ഷേക്ക് നടന്നത്. അതെ, CTOയും ഇൻവെസ്റ്ററും തമ്മിൽ. പ്ലീസ് വരൂ. ഞങ്ങളുടെ എല്ലാ പ്രോഡക്ട്സും ആനിമൽസിന്റെ മേലെയല്ല, ഇവന്റെ മേലെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അവർ ഓൺ കിഡ്. ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആയിട്ട് തോന്നിയത് ഏതാണ്? ഗമീസ്. സോ ഞങ്ങളുടെ അടുത്ത് കോൾഡ് ആൻഡ് കഫിനുള്ള ഗമ്മീസ് ഉണ്ട്. അതും ഒരു ഇൻസ്പിറേഷന് പുറത്താണ്. ഇവന് കോൾഡ് ആൻഡ് കഫ് ഉണ്ടാകുമ്പോൾ അവൻ എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ. പക്ഷെ ബാക്കിയുള്ളതൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗമ്മീസ് ഇൻവെന്റ് ചെയ്തു. അതിൽ 90% മഞ്ഞളാണ്. And now it is his favorite gummies. Thank you very much. Thank you and congratulations. Thank you so much. All the best.